ദേശസഞ്ചാരി ഹിമാചൽ പ്രദേശിലെ മണാലിയിലൂടെ യാത്ര തുടരുകയാണ്. ഇത് രണ്ടാമത്തെ ദിവസമാണ് മണാലിയിൽ എത്തിയിട്ട്. ഇന്നത്തെ യാത്ര റോത്താങ് പാസിലേക്ക് പോകുന്ന വഴിയിലുള്ള സുന്ദരമായൊരു സ്ഥലമായ ഗുലാബയിലേക്കാണ്. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽപ്പെട്ട ഒരു ചെറിയ പട്ടണമാണ് ഈ മണാലി എന്ന് പറയുന്നത്. 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം 9,000 താഴെ മാത്രം ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത്. ലഡാക്ക്, ലാഹോൾ എന്നിവയിലൂടെ കാരക്കോണം ചുരം കയറി ചൈനയിലെ താരിം ബേസിലെ യാർഖണ്ഡിലേക്കും ഹോട്ടാനിലേക്കും ഒരു വ്യാപാരപാത ഉണ്ടായിരുന്നു ഇതിൽ. അതുകൊണ്ട് തന്നെ ലാഹോൾ, സ്പിതി ജില്ലകളിലേക്കുള്ള കവാടമായിട്ടാണ് ഈ മണാലി നിലകൊള്ളുന്നത്. ഈ സുന്ദരമായ മണാലി പട്ടണം സ്ഥിതി ചെയ്യുന്ന കുളു താഴ്വരയെ ദൈവങ്ങളുടെ താഴ്വര എന്നാണ് ഇവിടുത്തുകാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ സുന്ദരമായ മണാലിയിൽ ഏപ്രിൽ മാസത്തിൽ മഞ്ഞ് കാണാനും മഞ്ഞിൽ കളിക്കാനും താല്പര്യമുള്ളവരൊക്കെ ഈ ഗുലാബ എന്ന സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്. ഈ ഗുലാബയുടെ മലനിരകളിൽ ധാരാളം മഞ്ഞ് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ ബിയാസ് നദിയുടെ കൈവഴികളാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം, മഞ്ഞുരുകി വരുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്, ഇവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മഞ്ഞിലിറങ്ങാനും അതിൽ കളിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഫുൾ കവർ കോട്ടും ഷൂസും വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാടകയ്ക്ക് എടുക്കണം. ഇവിടെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംമാതിരി കടകളുണ്ട്. ഈ ഷൂസും അതേപോലെ തന്നെ കോട്ടൊക്കെ ഫുൾ കവർ കോട്ടുകളാണ്, അത് വാടകയ്ക്ക് കൊടുക്കുന്നത്. മഞ്ഞിലിറങ്ങണമെങ്കിൽ അതിട്ടുകൊണ്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മളിവിടെ വണ്ടി നിർത്തുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഇവിടെയുള്ള ആളുകൾ വരും. ഈ ഊളൻ്റെ സോക്സും കയ്യുറയൊക്കെ ആയിട്ട്. ഒരു സോക്സിന് ഒരു ജോഡിക്ക് 100 രൂപയുള്ളൂ, കയ്യുറയ്ക്കും 100 രൂപയുള്ളൂ. കയ്യുറ വേണമെങ്കിൽ മേടിച്ചാൽ മതി, സോക്സും വേണമെങ്കിൽ മേടിച്ചാൽ മതി. പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തണുപ്പ് കുറച്ച് കുറയും, നമുക്ക് ഒഴിവായി കിട്ടും. ഈ കാണുന്നത് പോലെ സുന്ദരികളായ ഹിമാചൽ പെൺകുട്ടികളും പുരുഷന്മാരും കോട്ടുകളും ഷൂസുകളും വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും ഈ വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ കോട്ടുകളും ഷൂസെല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഈ മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകാം. വിലപേശൽ ഒന്നുമില്ല, ഫിക്സഡ് വിലയാണ്. പിന്നെ പോകുന്ന വഴിയിൽ നല്ല തണുപ്പായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനായിട്ട് കയറി. അപ്പോൾ ആ ചായ കുടിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. എല്ലാവരും ചായ കുടിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. അങ്ങനെയുള്ള ആ കോട്ടും ഷൂസും എല്ലാം വലിച്ചു കയറ്റിയാണ് ചായ കുടിക്കാനിരിക്കുന്നത് ഞങ്ങൾ. അതാണ് ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കാണുന്നത്. ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വണ്ടിക്കകത്ത് കയറി പോരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഈ ഗുലാബ മലനിരകളുടെ താഴ്വരയിൽ എത്തിച്ചേർന്നു. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതായത് അവിടെ ചായയും പിന്നെ ഈ കോൺ ചുട്ടതൊക്കെയാണ് ഉള്ളത് കൂടുതലായിട്ടും. മണാലിയിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം വരും ഇങ്ങോട്ട്. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ എടുക്കും. അത് റോഡിലെ തിരക്കും റോഡിൻ്റെ അവസ്ഥയും എല്ലാം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സമയം മതി. വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും. ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ 1 കിലോമീറ്ററോടെ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെ വരെ മാത്രമാണ് വാഹനത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നത്. പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ താഴത്ത് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയില്ലെന്നാണ് ഇവിടെ നിന്ന് അവർ പറയുന്നത്. ഇതിനപ്പുറം നമ്മൾ മഞ്ഞ് കളിക്കുന്ന ആ മലനിരകളുടെ അടുത്തേക്ക് വാഹനത്തിൽ പോകാൻ സഞ്ചാരികൾക്ക് വിലക്ക് ഉണ്ടെന്നാണ് ഇവിടെയുള്ള കുതിരക്കാരൊക്കെ പറയുന്നത്. ആ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ ഇവർ പറയുന്നത് പാസും പെർമിറ്റും ഒക്കെ എടുക്കണമെന്നാണ്. ആരും അങ്ങോട്ട് വാഹനത്തിൽ പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. കുതിരക്കാരുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണോ എന്നറിയില്ല. എന്തായാലും വാഹനങ്ങൾ ഇവിടെ ധാരാളം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും കുതിരപ്പുറത്ത് പോകണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് 2,000 രൂപയാണ് പോയി തിരിച്ചു വരാനായിട്ട്. വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഏതായാലും നമുക്ക് പോയേക്കാം, കുതിരപ്പുറത്ത് പോയേക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതും നിരപ്പായ വഴിയിലൂടെ ആണെങ്കിൽ വേണ്ടില്ല, ഇതൊരു മലയുടെ മുകളിലേക്കാണ് കയറി പോകുന്നത്. ഒരു കണക്കിനാണ് പിടിച്ചിരിക്കുന്നത്. കയറ്റം കയറുമ്പോൾ മുന്നിലേക്ക് ആഞ്ഞും ഇറക്കം ഇറങ്ങുമ്പോൾ പുറകിലേക്ക് വളഞ്ഞും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഈ കുതിരക്കാരൻ എന്നെ കുതിരയുടെ മുകളിൽ കയറ്റിയത്. പക്ഷേ ദുർഘടമായ പാതയും കയറ്റവും ഉരുളങ്കല്ലും പലപ്പോഴും നമ്മൾ തെന്നി വീഴും എന്ന് തോന്നി. പരിചയക്കുറവാണല്ലോ പ്രശ്നം. നമ്മൾ രാജകുടുംബത്തിൽ പിറന്നതൊന്നും അല്ലല്ലോ. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഏതാണ്ട് 3 കിലോമീറ്റർ വേണം എന്നാണ് കുതിരക്കാരൻ പറയുന്നത്. 3 കിലോമീറ്റർ പോകാനുണ്ടെന്നാണ് കുതിരക്കാരൻ പറയുന്നത്. ഈ കാണുന്നത് പോലെയുള്ള ദുർഘടമായ പാത കണ്ടിട്ട് കുതിരപ്പുറത്തിരിക്കുന്ന പലരും കരയാൻ തുടങ്ങി. തങ്ങളെയും കയറ്റിയിരുത്തി, മുതുകത്ത് കയറ്റിയിരുത്തി കയറ്റം കയറുന്ന കുതിരയുടെ അവസ്ഥ ഓർത്തിട്ട് ചിലർ ഇനി മേലാൽ കുതിരപ്പുറത്ത് കയറില്ല എന്ന് പ്രതിജ്ഞയും എടുത്തു.
ഒരു രക്ഷയുമില്ലാത്ത വഴിയാണ് കേട്ടോ. ഞാൻ ഓർത്തു ഇവർക്ക് ആ റോഡിലൂടെ പോയാൽ പോരെയെന്ന്. വാഹനങ്ങൾക്കല്ലേ പോകാൻ പറ്റില്ലാത്തത്, കുതിരയ്ക്ക് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. അതെന്താണെന്ന് അറിയില്ല അവർ അതിലേ പോകാത്തത്. കുതിരപ്പുറത്തുള്ള യാത്ര ഒരു പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ശരിക്കും ഈ കുതിരപ്പുറത്ത് കയറേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്നുണ്ടായിരുന്നു പലരും, അപ്പോഴേ അങ്ങ് നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഷൂസും കോട്ടും ഒക്കെ ഇട്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗുലാബ മലനിരകളിലെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ചാടി ഇറങ്ങി. ഒന്നും പറയില്ല. ഏകദേശം 9397 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണിത്. സമീപ പ്രദേശങ്ങളിലൊന്നും ജനവാസ മേഖലയുമല്ല. ഈ വഴിയിലൂടെ വേണമെങ്കിൽ നമുക്ക് റോത്താങ് പാസിലേക്ക് പോകാം. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഈ റോത്താങ് പാസിലേക്ക് പോകുന്ന വഴി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വളരെ ഒരു ചെറിയ പ്രദേശമാണ് കേട്ടോ. കുന്നുകളൊക്കെയാണ് മൊത്തം. ഈ സമയത്ത് ഏപ്രിലിൽ ഇവിടെ മാത്രമേ മണാലിയിൽ മഞ്ഞുണ്ടാകുകയുള്ളൂ. അത്യാവശ്യം കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. ഇതിൽ ഊർന്ന് കളിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഹിമാചൽ പ്രദേശിൻ്റെ പരമ്പരാഗതമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പടമൊക്കെ എടുക്കാം. എന്തായാലും ഒരു 1.5 മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോഴേക്കും പതുക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ മാനത്തൊക്കെ കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ വേഗം തിരിച്ചു പോകാമെന്ന് കരുതി വന്ന കുതിരക്കാരെയൊക്കെ തപ്പിപ്പിടിച്ച് തിരിച്ച് പതുക്കെ താഴത്തേക്ക് യാത്ര തുടങ്ങി. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ചെറുതായിട്ട് ഒരു മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഞ്ഞുവീഴ്ച കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അതധികം നീണ്ടു നിന്നില്ല. ഇനി നേരെ നമുക്ക് കുളുവിലേക്കാണ് ഇനി പോകുന്നത്. മണാലിലെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കുളുവിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കുളുവിലേക്ക് പോകുന്ന പാത വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വഴിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഏറെ സമയം ഞങ്ങൾക്ക് വഴിയിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ കുളുവിൽ കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ഉള്ള സമയം കൊണ്ട് കുളുവിൽ ഒരു സാഹസിക വിനോദമായ റാഫ്റ്റിംഗ് നടത്തി തിരിച്ചു വരാമെന്ന് കരുതി. പക്ഷേ ഇതിൽ കയറിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. ഇതിലെ ആളുകളുടെ തലയിലെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ കയറുമ്പോൾ തന്നെ ഇവർ ചോദിക്കും വീഡിയോ, പടം ഒക്കെ വേണോ എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് വേറെ പൈസ നമ്മൾ നൽകേണ്ടതുണ്ട്. കുട്ടികളെയും പ്രായമായവരെയും ഇതിൽ കയറ്റില്ല ഇവർ. कैमरा और जो ये बने मेरे के बने बूढ़ी बने
Okay, remove the jacket. Remove करो. एक बार बाय बाय करो. Jai Jitwa. Enjoy. Hey, enjoy. Okay. Okay sir, bye bye. Last point. Okay. അങ്ങനെ നല്ലൊരു സാഹസിക വിനോദമായ റാഫ്റ്റിംഗ് നടത്തി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുത്തി പതഞ്ഞൊഴുകുന്ന പുഴയിൽ കൂടിയുള്ള റാഫ്റ്റിംഗ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.